ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ ലക്ഷ്മീനെ, രേവതിനെ, രവീന്ദ്രനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ലക്ഷ്മി തൻ്റെ മകളെ വീട്ടിൽ കൊണ്ടാക്കാൻ എത്തി. രവിയോട് മാപ്പൊക്കെ ചോദിച്ചു. രവി പറഞ്ഞു മാപ്പൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം അവൾ പറഞ്ഞത് യാഥാർത്ഥ്യം മാത്രമാണ്. ഞാൻ കാരണം തന്നെയാണ് അവളുടെ ജീവിതം ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഒരിക്കലും രവിയേട്ടൻ അങ്ങനെയൊന്നും പറയരുത്. പെരുവഴിയിൽ നിന്നും ഞങ്ങളെ കൈ പിടിച്ച് കരകയറ്റി ഇത്രയും വരെ എത്തിച്ചത് അത് രവിയേട്ടൻ തന്നെയാണ്. അതുകൊണ്ട് രവിയേട്ടൻ അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾക്ക് സഹിക്കില്ല. എൻ്റെ മോൾക്കൊരു ചെറിയ തെറ്റു പറ്റിപ്പോയി, അവളുടെ തെറ്റ് അച്ഛൻ ക്ഷമിക്കില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും തീർച്ചയായിട്ടും പിന്നെ ഞാൻ ക്ഷമിക്കാതെ, അവൾ എൻ്റെ മോളാണ്, വെറും അച്ഛനല്ല, അവളുടെ സ്വന്തം അച്ഛനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അവൾ അങ്ങനെ എന്നെ കണ്ടിട്ടാണല്ലോ, എന്നോട് അത്ര അധികാരം ഉള്ളത് കൊണ്ടാണല്ലോ എന്നോട് പിണങ്ങിയൊക്കെ പോയത്. അതെവിടെയും അങ്ങനെയാണല്ലോ, സ്നേഹമുള്ളിടത്തേ പിണക്കം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് മോള് വിഷമിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇത് കേട്ടിട്ട് നമ്മുടെ രേവതി ഓടി വന്നിട്ട് നമ്മുടെ രവിയോട് മാപ്പച്ച, ഒരിക്കലും ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞത്, ഒരിക്കലും ഞാൻ നന്ദികേട് കാട്ടരുതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, അറിയാതെ എൻ്റെ വായിൽ നിന്ന് അതൊക്കെ വീണു പോയി അച്ഛ, എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതീനെ ചേർത്ത് പിടിച്ചിട്ട് മോള് ഒരിക്കലും എന്നോട് മാപ്പ് ചോദിക്കരുത്, കാരണം ഞാൻ മോളോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലും മോൾ ഈ വീട്ടിൽ കഴിയുന്നുണ്ടല്ലോ, മോളുടെ അമ്മ പറഞ്ഞതനുസരിച്ച് മോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നില്ലേ, അതുകൊണ്ട് മോളോട് കടപ്പെട്ടിരിക്കേണ്ടത് ഞാനാണ്. എൻ്റെ മകനെ സഹിക്കാൻ ഒരു പെണ്ണിനും സാധിക്കില്ലെന്ന് എനിക്കറിയാം, പക്ഷേ അവൻ്റെ നല്ല മനസ്സ് അത് നമുക്ക് തേച്ചും എനിക്ക് പുറത്ത് കൊണ്ടുവരണം. അതിന് ഈ അച്ഛനും കൂടും, നമുക്ക് രണ്ടുപേർക്കും കൂടെ കൂടിയാൽ സാധിക്കാവുന്നതേ ഉള്ളൂ. ദേ സച്ചിക്കൊരു നല്ല മനസ്സുണ്ട്, അത് മോൾ തിരിച്ചറിയണം, അത് മോൾ തിരിച്ചറിയും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു മോളൊരു കാര്യം ചെയ്, റൂമിനകത്തേക്ക് കയറിപ്പോക്കോ, അവിടെ സച്ചിയുണ്ട്, അവനൊന്നും നിന്നോട് പറയില്ല, അവനെ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷ്മി നമ്മുടെ രവീന്ദ്രൻ്റെ കൈകളിൽ രേവതി ഏൽപ്പിച്ചിട്ട് ആ ഒരു വിശ്വാസത്തോടു കൂടി മകളുടെ ആ ഒരു സംരക്ഷണം അത് ഉറപ്പിച്ചിട്ട് നമ്മുടെ ലക്ഷ്മി വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ രേവതി റൂമിനകത്തേക്ക് കയറി ചെന്നു കേട്ടോ. റൂമിനകത്തേക്ക് കയറി ചെന്നപ്പോൾ നമ്മുടെ സച്ചി പെട്ടെന്ന് കണ്ടിട്ട് കണ്ണൊക്കെ ഒന്ന് തിരുമിയിട്ട്, ഇത് സത്യമാണോ അതോ ഞാൻ വല്ല സ്വപ്നവും കാണുന്നതാണോ, അല്ല നീ ഇപ്പോഴല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, നീ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് സത്യമാണോ? അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് സത്യം തന്നെയാണ്. കൊള്ളാം കൊള്ളാം കൊള്ളാം, അല്ല നീ വലിയ വീരവാദം മുഴക്കിയിട്ടാണല്ലോ പോയത്, ഇനി ഈ വീട്ടിൻ്റെ പടി ചവിട്ടില്ലെന്നോ ഈ വീട്ടിലേക്ക് വരില്ലെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട്, നിനക്ക് ആരുമായിട്ട് ഇവിടെ ഒരു ബന്ധമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറ്റിയത്? ഏതാണെങ്കിലും കൊള്ളാം, കലക്കി. അതെ, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഇങ്ങോട്ടേക്ക് വന്നത്, എൻ്റെ അമ്മ നിർബന്ധിച്ച് എന്നെ കൊണ്ടുവിട്ടതാ. ഓഹോ അങ്ങനെയാണോ? എങ്ങനെയാണെങ്കിലും നീ ഇവിടെ വന്നല്ലോ, ആയിക്കോട്ടെ, പിന്നെ കുറച്ച് സമാധാനം എനിക്ക് കിട്ടുമെന്ന് ഓർത്തു. ഇനിയിപ്പോൾ സമാധാനമായിട്ട് ഈ റൂമിൽ ഒറ്റയ്ക്ക് കഴിയാമല്ലോ എന്നൊക്കെ ചിന്തിച്ചായിരുന്നു. എന്ത് ചെയ്യാനാ, എൻ്റെ വിധി ഇതായിരിക്കും. അല്ല മോളെങ്ങോട്ടാ ആ ഒരു പെട്ടിയും ഇതൊക്കെ എടുത്ത് വെക്കുന്നത്, അലമാരയിലേക്കോ? അതിൻ്റെ കാര്യമുണ്ടോ? ഇനിയിപ്പോൾ എപ്പോഴാണെന്നറിയില്ലല്ലോ നിനക്ക് എന്നോട് വഴക്ക് കൂടാനും ഇവിടെ നിന്ന് നിൻ്റെ വീട്ടിലേക്ക് പോകാനും ഒക്കെ തോന്നുന്നത്. അപ്പോൾ വീണ്ടും അലമാരയിൽ നിന്ന് തുണികളൊക്കെ പിറക്കി ബാഗിനകത്തൊക്കെ വെച്ച് പിറക്കി കെട്ടിയെടുത്ത് വരുമ്പോഴേക്കും സമയം പോവില്ലേ? ആ പെട്ടി അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ പോകുന്ന ഉടനെ അത് നിനക്ക് എടുത്തുകൊണ്ട് പോകാമല്ലോ. എന്തിനാ രേവതി നീ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എനിക്ക് നിങ്ങളോട് വർത്തമാനം പറയാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മയുടെ ഒരു ഒറ്റ നിർബന്ധപ്രകാരം ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നതേ ഒരു രസമായിരിക്കാം, പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എന്നെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല അത്. അതുകൊണ്ടാണ് ഞാൻ ആരുടെയും മനസ്സ് വേദനിക്കുന്ന രീതിയിലൊന്നും പറയാത്തത്. അതിനൊരു നല്ല മനസ്സാദ്യം വേണം. നിങ്ങൾക്ക് അതിന് നല്ല മനസ്സുണ്ടോ? നിങ്ങൾക്ക് സ്വന്തം കാര്യം ചിന്താവാ, സ്വന്തം ഇഷ്ടം, സ്വന്തം എല്ലാം സ്വന്തം. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ വേറെ എന്തെങ്കിലും വിചാരമുണ്ടോ? ഇല്ലല്ലോ. സ്വന്തമായിട്ട് സന്തോഷിക്കുക. എത്ര നാൾ ഇങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് സന്തോഷിക്കുന്നു എന്ന് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ്. അതിനിടയിൽ സച്ചി ചോദിച്ചു കേട്ടോ, അച്ഛനോട് മാപ്പ് പറഞ്ഞിട്ടാണോ നീ ഇങ്ങോട്ട് കയറിയത് എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം രേവതി പറഞ്ഞു മാപ്പൊക്കെ പറഞ്ഞിട്ടാണ് കയറിയത്. അല്ല പിന്നെ നിനക്കെന്താ എന്നോട് മാപ്പ് പറഞ്ഞാൽ? നീ എന്നോടും ധിക്കാരം കാണിച്ചിട്ടല്ലേ ഇറങ്ങിപ്പോയത്, അപ്പോൾ നീ എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞപ്പം എന്തിനു മാപ്പ് പറയണം? അല്ല നിങ്ങൾ എന്നോട് എന്തൊക്കെ പറഞ്ഞു, നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാണോ? അല്ലല്ലോ. അപ്പം പിന്നെ നിങ്ങളോട് ഞാനും മാപ്പ് പറയാൻ തയ്യാറല്ല. നിങ്ങൾ എന്നോട് എന്നും മാപ്പ് പറയുന്നു, അന്ന് ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം, സോറി പറയാം. അല്ലാതെ ഈ രേവതി സോറി പറയില്ല എന്നിങ്ങനെ പറഞ്ഞ് വാശിയിലിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അല്ലെങ്കിൽ നിനക്ക് നാക്ക് കുറച്ച് കൂടുതലാണല്ലോ, നിൻ്റെ നാക്കും അഹങ്കാരം അതങ്ങോട്ട് നീണ്ടു നിവർന്ന് കിടക്കുക, എനിക്കറിയാം. അതിനും ഒരു അറുതി ഉണ്ടാകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സച്ചി നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സുധീനെയും
ചന്ദ്രേനെയാണ്. അങ്ങനെ സുധി ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദോശ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അപ്പോഴത്തേക്കും സുധി പറഞ്ഞു, അവൾ വന്നല്ലേ അമ്മേ, അവൾ വരില്ലെന്നാണ് ഞാൻ ഓർത്തത്. അവൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അല്ല അമ്മ ഇല്ലായിരുന്നു അവൾ വന്നപ്പോഴെന്ന് ചോദിച്ചപ്പം ഞാനില്ലായിരുന്നു മോനെ അവൾ വന്നപ്പം. അങ്ങനെ ഞാനുണ്ടായിരുന്നെങ്കിൽ അവളുടെ അമ്മേനെ 2 പറഞ്ഞേനെ. ഇങ്ങനെയാണോ ഒരു മോളെ പഠിപ്പിച്ച് വിട്ടത് എന്ന് ചോദിച്ച് അടിച്ചാക്ഷേപിച്ച് വിടുമായിരുന്നു ഞാൻ. പക്ഷേ എന്ത് ചെയ്യാനാ? മോൻ അതൊന്നും ഓർത്ത് വിഷമിക്കുകയോ പേടിക്കുകയൊന്നും വേണ്ട. അവൾ പൊക്കോളും. ഒരു വഴക്കല്ലേ ആയുള്ളൂ. ഇനി ഇങ്ങനെ തുരുതുരാ വഴക്കുണ്ടാക്കുമ്പോൾ അവൾ പതിയെ പൊക്കോളും. അല്ലെങ്കിലും ആ സച്ചിയുടെ കൂടെയൊക്കെ ജീവിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? പറ്റില്ല മോനെ. അതുകൊണ്ട് മോൻ ഭയപ്പെടുകയൊന്നും വേണ്ട. അവളെ ഭയപ്പെട്ട് ഇവിടെ ജീവിക്കാൻ നോക്കിയാലേ അത് ശരിയാവില്ല. അവളെ ശരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ വരച്ച വരയിലെ തന്നെ അവളെ നിർത്തിയേക്കുന്നത്. പിന്നെ സച്ചി നിൻ്റെ കാര്യത്തിൽ കുറച്ച് അയവ് അവളോട് കാണിക്കുന്നുണ്ട്. അത് സാരമില്ല, അത് നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാം. മോൻ പേടിക്കൊന്നും വേണ്ട. മോന് ഒരു കാര്യം ചെയ്താൽ മതി. എത്രയും പെട്ടെന്നൊരു ജോലി അത് കണ്ടുപിടിക്കണം. എന്നിട്ട് മോന് ജോലിക്ക് പോകണം. ഇല്ലെങ്കിലേ ഇനിയിപ്പോൾ ആ സച്ചിയുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. അതുമല്ല, രവിയേട്ടനാകെ ഇടഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സച്ചി ഇടയ്ക്കിടയ്ക്ക് രവിയേട്ടന് ഇട്ട് കൊടുക്കുന്ന വളമുണ്ടല്ലോ, അത് മിക്കവാറും തളച്ച് വളരാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യണം. എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞപ്പം അമ്മ പേടിക്കൊന്നും വേണ്ട. ഞാനൊരു ജോലി കണ്ടുപിടിക്കുന്നതല്ലേ, ആ കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി നിൽക്കുകയാണ്. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞ് കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രൻ്റെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരികയാണ് കേട്ടോ. അപ്പോൾ 2 പേരാണ് വരുന്നത്. അപ്പം അവർ നമ്മുടെ രവീന്ദ്രൻ്റെയും അതുപോലെ തന്നെ ചന്ദ്രയുടെയും കൂട്ടുകാരാണ്. അപ്പം ഫാമിലി ഫ്രണ്ടാണ്. അപ്പം അവർ കയറി വന്ന് ഉടനെ തന്നെ അവരുടെ മോൻ്റെ കല്യാണമോ മകളുടെ കല്യാണമോ അങ്ങോട്ട് വിളിക്കാനാണ് വന്നത്. അങ്ങനെ കയറി വരുന്നു. നമ്മുടെ ചന്ദ്ര ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ വലിയൊരു സ്വീകരണത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറ്റി ഇരുത്തുകയാണ്. അപ്പോഴത്തേക്ക് അവിടെ രേവതിയുണ്ട്, സുധിയുണ്ട്, പിന്നെ നമ്മുടെ ചന്ദ്രയുണ്ട്, രവീന്ദ്രനുണ്ട്. സച്ചി അകത്ത് പോയിട്ടോ. അപ്പോൾ ഇവർ വിവാഹത്തിന് വരാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അവർ എൻഗേജ്മെൻറ്റിന് വന്നായിരുന്നു. അപ്പം വിവാഹത്തിന് വരാൻ കഴിഞ്ഞില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു രവീന്ദ്ര. ഏതായാലും ഞാൻ അന്ന് എൻഗേജ്മെൻറ്റിന് വന്നപ്പോൾ കണ്ടായിരുന്നു പെണ്ണിനെ. 2 പേരും ഏതായാലും നല്ല സ്മാർട്ടാണ്, 2 പേരും നല്ല ചേർച്ചയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് കലി വന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സുധിയും രേവതിയും തമ്മിൽ ചേർച്ചയുടെ കാര്യമാണ് ഇവർ പറയുന്നത്. ഇവരറിഞ്ഞില്ലല്ലോ സച്ചിനെ വിവാഹം കഴിച്ചത്. ഏതായാലും ഇത് കേട്ടുകൊണ്ടാണ് സച്ചി വരുന്നത്. സച്ചിക്ക് അങ്ങ് പെരുത്ത് കയറി. സച്ചി ചോദിച്ചു, അല്ല നിങ്ങൾ ആര് തമ്മിൽ മാച്ചാന്നാ ഈ പറയുന്നതെന്ന് ചോദിച്ചു. സച്ചിക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, എടുത്തു ചാടി സംസാരിക്കുക, മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നൊന്നും സച്ചി ഓർക്കാറില്ല. അങ്ങനെ എടുത്തു ചാടി തന്നെയാണ് ചോദിച്ചത്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇവർ 2 നന്നായിട്ട് ചേരുന്നുണ്ടെന്നോ? അത് എവിടത്തെ വർത്താനം നിങ്ങൾ പറയുന്നത്? നിങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയല്ലേ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പം, അല്ല മോനെ സച്ചി, മോൻ എന്താ ഈ പറയുന്നത്? നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കുകയൊന്നും വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. കളിയാക്കാൻ വേണ്ടി തന്നെയല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത്? അല്ല മോനെ സച്ചി, രവീന്ദ്ര, ചന്ദ്ര, എന്താ സച്ചി മോൻ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, പക്ഷേ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമല്ലോ. അല്ല എടി രേവതി, നിനക്ക് വാ തുറന്ന് പറഞ്ഞൂടെ കാര്യങ്ങളൊന്നും? അതെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. കല്യാണം സുധിയുടെ അല്ല നടന്നത്. സുധി കല്യാണത്തിൻ്റെ അന്നേ ഓടി അങ്ങ് പോയായിരുന്നു. പെട്ടെന്ന് അവരൊന്ന് ഞെട്ടി. എന്താ രവീന്ദ്ര ഈ പറയുന്നത്? അത് പിന്നെ നിങ്ങളോടൊന്നും പറയാൻ പറ്റിയില്ല. അത് ഇപ്പം സച്ചിനെയാണ് നമ്മുടെ രേവതി വിവാഹം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റി. അത് എൻ്റെ മോൻ സുധി ഇങ്ങനെ ആ ഒരു സമയത്ത് മുങ്ങി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഥ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും സച്ചിക്ക് കലി വന്നിട്ട് സച്ചി പറഞ്ഞു, ഇവരിതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, അല്ലാതെ ഇവരെ വെറുതെ ചോദിക്കുന്നൊന്നുമല്ല, മനുഷ്യനെ കളിയാക്കാൻ വേണ്ടി മാത്രം വന്നേക്കുന്നതാണ് ഇവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി കേട്ടോ. ഏതായാലും അവരങ്ങ് അയ്യടാന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിതൊന്നും അറിഞ്ഞില്ലായിരുന്നു. നമ്മുടെ സുധീനെ അല്ല കല്യാണം കഴിച്ചത്, സച്ചിനെ ആണെന്ന്. പക്ഷേ രേവതി ആ ഒരു സമയത്ത് പ്രതികരിച്ചില്ല. രേവതി പ്രതികരിക്കാത്തത് കൊണ്ട് സച്ചിക്ക് ദേഷ്യം വന്നിട്ട് രേവതിയോട് പറഞ്ഞു, നിനക്കെങ്കിലും നിൻ്റെ വാക്കകത്ത് പഴമെല്ലാം കുത്തിക്കയറ്റി വെച്ചേക്കുമായിരുന്നു, നിനക്ക് പറയത്തില്ലായിരുന്നോ? അപ്പോൾ അവളത് കേട്ടോണ്ട് നിന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ രേവതിനെ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് അവർ വേണ്ട, ഞങ്ങളിനി ഇവിടെ നിൽക്കുന്നില്ല, ഇങ്ങനെ ഒരു മര്യാദകേട് കാണിച്ചിട്ട് ഞങ്ങളിവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്നും പറഞ്ഞ് അവർ ഇറങ്ങിപ്പോയിട്ടോ. സച്ചു പറഞ്ഞു, പൊക്കോ, നിങ്ങൾ പൊക്കോ, എനിക്കെന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നത്, നിങ്ങൾ പൊക്കോ, നിങ്ങൾ കളിയാക്കാൻ കയറി വന്നവരല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി വീണ്ടും അങ്ങോട്ട് തുടങ്ങി. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞിട്ടാ, സച്ചി വായടയ്ക്കുന്നുണ്ടോടാ, അവരിതൊന്നും അറിഞ്ഞില്ല, അവരിതൊന്നും അറിയാതെ വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പറയാനുള്ളത് പറയണം, ഞാൻ പറയാനുള്ളത് എവിടെയാണേലും പറയും, എനിക്ക് ആരെയും പേടിയില്ലെന്ന് പറഞ്ഞ് സച്ചി അകത്തും കയറിപ്പോയി. ഏതായാലും വല്ലാത്തൊരവസ്ഥയിൽ രവീന്ദ്രനും ചന്ദ്രയും നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ നാണം കെട്ടി വിളറി വെളുത്തുപോയി എന്ന് വേണം പറയാൻ. ആ ഒരവസ്ഥയിലാണുള്ളത്.
പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രയും ഭാമയാണ്. അപ്പം ചന്ദ്രയും ഭാമയും ഇങ്ങനെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ചന്ദ്രയുടെ വിഷമങ്ങളൊക്കെ ഭാമയോട് പറയുകയാണ്, മകൻ്റെ വിവാഹം നടന്നില്ല, ജോലി ആയില്ല, അപ്പോൾ ഇതൊക്കെ പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് തരണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ഭാമ പറയുന്നത്, ഞാനിങ്ങനെ ഒരു പാർട്ടീനെ കണ്ടായിരുന്നു, വലിയ കുടുംബക്കാർ തന്നെയാണ്, വലിയ പണമുള്ള വീട്ടിലെയാണ് എന്ന് പറഞ്ഞപ്പം ഞങ്ങളെക്കാളും സ്വത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെക്കാളും സ്വത്തുണ്ട്, കോടികളുടെ സ്വത്തുണ്ട്, നല്ല ജോലിയും ഉണ്ട്, അവർക്ക് കുറച്ച് പഠിച്ച പയ്യനെയാണ് ആവശ്യം, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് വലിയ സന്തോഷമാകാണ്. ചന്ദ്ര പറയും, എങ്ങനെയെങ്കിലും നീ ഒന്ന് സംസാരിച്ച് ഇതൊന്ന് നടത്തിത്താ, എൻ്റെ മോന് എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടുകൊണ്ടിരിക്കുക. ആ രേവതിനേക്കാളും മിടുക്കിയായ ഒരു പെണ്ണ് വേണം കയറി വരാൻ, സ്വത്ത് കൊണ്ടും എല്ലാം കൊണ്ടും, സൗന്ദര്യം കൊണ്ടും സ്വത്ത് കൊണ്ടും എല്ലാം കൊണ്ടും മിടുക്കിയായ ഒരു പെണ്ണ് തന്നെ വേണം കയറി വരാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിനെയാണ് കേട്ടോ. അപ്പോൾ രേവതിയും നമ്മുടെ സച്ചിനെയാണ് കേട്ടോ. അപ്പം സച്ചി ഇങ്ങനെ ഓട്ടത്തിന് അങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങിയപ്പം അവിടെ നിന്ന് ഇറങ്ങി വന്ന് പെട്ടെന്ന് ഷർട്ട് മാറി ഇട്ടപ്പോഴത്തേക്കും ദാ കിടക്കുന്നു, നമ്മുടെ സച്ചിയുടെ കഴുത്തിൽ കിടന്ന് ചെയിൻ കാണുന്നില്ല. പെട്ടെന്ന് രേവതി, അല്ല ചെയിൻ എന്തെന്ന് ചോദിച്ചു. ഏത് ചെയിന്? അത് കഴുത്തിൽ കിടന്ന് ചെയിൻ കണ്ടില്ലല്ലോ, ചെയിൻ എന്തെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ അതിൻ്റെ കൊളുത്ത് ശകലം വിട്ടുപോയായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ കൊളുത്ത് എപ്പോഴും ഊരി പോകുന്നതുകൊണ്ട് ഞാനത് ഒരു സ്ഥലത്ത് കൊടുത്തേക്കോ, നന്നാക്കാൻ വേണ്ടി കുറച്ച് ഇത് ശരിയാക്കാൻ വേണ്ടി കൊടുത്തേക്കോ എന്ന് പറഞ്ഞു. അത് അങ്ങനെയാണ്, എൻ്റെ കയ്യിൽ തന്നാൽ മതിയായിരുന്നല്ലോ, ഞാൻ കടയിൽ കൊടുത്താൽ അത് മേടിച്ച കടയിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ അത് ലാഭമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ ഊരിപ്പോയപ്പോൾ ഞാൻ കൊണ്ട് കൊടുത്തു, അത് സേഫായിട്ട് ഇരിപ്പുണ്ടോ, അത് അവിടെ ഇരിപ്പുണ്ടോ എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ നമ്മുടെ സച്ചി ആ മാല എന്തോ തിരിമറി നടത്തിയിട്ടുണ്ട്. മിക്കവാറും പണയം വിൽക്കുകയോ വല്ലതും ചെയ്തോന്നും അറിയില്ല കേട്ടോ. ഈ ഒരു ഭാഗമൊക്കെ കാണിച്ച് നാളത്തെ എപ്പിസോഡ് തീരാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക പുതിയ വിശേഷത്തിനായിട്ട്. പുതിയ ചാനലായ ചിന്നൂസ് വേൾഡിലെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ, ഗൗതമിൻ്റെയും നന്ദിയുടെയും കഥ ഇടുന്നുണ്ട് കേട്ടോ. പ്രമോയും നമ്മുടെ ഫുൾ വിശേഷമൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലിൽ കയറി നോക്കണം, കാണണം, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.